ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ജപമാല രാജ്ഞിയുടെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും സമാപന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധ മറിയം നമുക്കൊരു വലിയ ബോധ്യം നൽകുകയാണ്. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഒരു വലിയൊരു സമ്മാനം നമുക്ക് നൽകുകയാണ്. പരിശുദ്ധ അമ്മ നൽകുന്ന സമ്മാനം ഇന്ന് സ്വീകരിക്കണം. അത് സ്വീകരിച്ചവരാരും ഒരിക്കലും നിരാശരായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ പരിശുദ്ധ അമ്മ തരുന്ന സമ്മാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മകൻ്റെ ദിവ്യകാരുണ്യമാണ്. ആദ്യത്തെ സക്രാരിയായി പരിശുദ്ധ മറിയം മന്നാ പേടകം എന്നാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്നത്. ഈ നല്ല നല്ല വിശുദ്ധരൊക്കെ പറയുന്ന പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്ന മന്നാ പേടകം എന്നാണ്. അച്ഛൻ്റെ ഒരു പുസ്തകമുണ്ട്, മന്നാ പേടകം എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഉള്ളിൽ ദിവ്യകാരുണ്യം ഇങ്ങനെ ഒളിഞ്ഞിരുന്നു. നമുക്കറിയാം, മന്നാ പേടകം പഴയ നിയമത്തിലെ ആ പ്രവാചക പാരമ്പര്യങ്ങളിലൊക്കെയുള്ള ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ആ പറയുന്ന പെട്ടകത്തിൻ്റെ ഉള്ളിൽ മന്നാ പേടകം വഹിച്ചിരുന്ന പെട്ടകം. ഇതുപോലെയാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യേശോയെ നമുക്ക് നൽകുന്ന അമ്മയാണ്. അവൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന. പിന്നെ നിങ്ങൾ ഇന്ന് ഈ ഒരു ആരാധനയുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാം 31 ദിവസം മുടങ്ങാതെ പങ്കെടുക്കുന്നവരാണ്. ഈ പങ്കെടുക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ ഒരു ഗിഫ്റ്റായിട്ട് എന്താ തരണേ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മകൻ്റെ ബലിയിൽ നീ പങ്കെടുക്കണം. നീ നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഏത് സമയമാണോ ആ സമയങ്ങളിലൊക്കെ നീ ബലിയർപ്പിച്ച് പങ്കെടുത്തതിന് ശേഷം നീ പോയി കഴിഞ്ഞാൽ ആ സംഭവങ്ങളെല്ലാം പരിശുദ്ധ മറിയം വഴി ഈശോ അനുഗ്രഹിക്കും. അപ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയുടെ ഒരു ചൈതന്യത്തെക്കുറിച്ച് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ മക്കൾക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി ഇങ്ങനെയാണ്: അമ്മയുടെ മക്കളെല്ലാവരും മുടങ്ങാതെ ബലിയിൽ പങ്കെടുക്കുന്നവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, അമ്മയുടെ ഹൃദയത്തിൽ എന്നെ ചേർത്ത് നിർത്തി അമ്മയുടെ മകൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ എന്നെ ഒരുക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയുടെ ഈ സമയത്ത് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചു വരും. സ്വർഗത്തിൽ വാഴുന്നൊരമ്മേ, സ്വർലോകരാജ്ഞിയമമ്മേ, സ്വർഗത്തിൽ വാഴുന്നൊരമ്മേ, സ്വർലോകരാജ്ഞിയമമ്മേ, സ്വർഗത്തിൽ നിന്നും വരമാരി തൂകി സ്വർഗീയ അനുഭവം തരണേ, സ്വർഗത്തിൽ നിന്നും വരമാരി തൂകി സ്വർഗീയ അനുഭവം തരണേ, സ്വർഗീയ അനുഭവം തരണേ. സ്വർഗത്തിന്റെ അനുഭവം നമുക്ക് നൽകുന്ന പരിശുദ്ധ മറിയം, അത് വിശുദ്ധ കുർബാനയിലൂടെയാണ് സ്വർഗീയ അനുഭവത്തിൽ ഒരാൾ നിറയപ്പെടുന്നത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. മാനുഷികമായിട്ടുള്ള സന്തോഷമല്ല എനിക്ക് വേണ്ടത്, സ്വർഗത്തിന്റെ ഒരു സന്തോഷം, സ്വർഗത്തിന്റെ ഒരു സമൃദ്ധി, സ്വർഗത്തിന്റെ ഒരു രക്ഷ എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് എല്ലാവരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യേശോയെ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എൻ്റെ ജീവിതത്തെ അലിവുള്ളതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസരമാലംബഹീനരുമായവർ അർപ്പിക്കും നീ കൊച്ചു ജീവിതത്തെ, അവസരമാലംബഹീനരുമായവർ അർപ്പിക്കും നീ കൊച്ചു ജീവിതത്തെ, അവസാന നാൾ വരെ അമ്മതൻ കരങ്ങളിൽ അന്തിയുറങ്ങുവാൻ അനുവദിക്കൂ, അവസാന നാൾ വരെ അമ്മതൻ കരങ്ങളിൽ അന്തിയുറങ്ങുവാൻ അനുവദിക്കൂ. അനുഗ്രഹിക്കൂ അമ്മേ, അനുഗ്രഹിക്കൂ, ഈശോയോടൊത്തെന്നെ അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ അമ്മേ, അനുഗ്രഹിക്കൂ, ഈശോയോടൊത്തെന്നെ അനുഗ്രഹിക്കൂ. സ്നേഹമുള്ളവരെ, അനുഗ്രഹത്തിന്റെ കടലാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുന്നത് പരിശുദ്ധ മറിയത്തിന്റെ മകനായ മിശിഹായെ നൽകിക്കൊണ്ടാണ്.
പിന്നെ പരിശുദ്ധ മറിയം നമ്മളിപ്പോൾ ഈ പാട്ടിൽ കേട്ടതുപോലെ നമ്മളെ അനുഗ്രഹിക്കുന്നത് അവളുടെ മകനെ നമുക്ക് നൽകിക്കൊണ്ടാണ്. ആഗ്രഹിക്കുന്നവർ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് പോകണം. അവളുടെ മകനെ നമുക്ക് നൽകുമെന്ന് മാർപ്പാപ്പമാര് പറയുന്നത് ഒന്ന് ഓർത്തി. ആർക്കൊക്കെ വിശപ്പുണ്ടോ, ആർക്കൊക്കെ ദാഹമുണ്ടോ, അവര് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് പോകണം. അവളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൾ വിശപ്പ് മാറ്റും. നമുക്കറിയാം നമ്മുടെ അമ്മമാരുടെ ഒരു പ്രത്യേകത, വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഹോട്ടലിലേക്കാണ് പോവുക. നമ്മൾ നേരിട്ട് ഏതെങ്കിലും സ്വിഗ്ഗി ഓർഡർ ചെയ്യാണോ ചെയ്യുക? നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യണത് എന്താ? അമ്മയുടെ അടുത്തേക്ക് പോകും, അല്ലേ? അമ്മയുടെ അടുത്തേക്ക് പോകും. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, സെമിനാരിയിലൊക്കെ നല്ല ഭക്ഷണമാണ്, നന്നായിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടും. പക്ഷേ ഇഷ്ടത്തോടു കൂടെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് എവിടെയാ? അത് വെക്കേഷൻ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ്. അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ചമ്മന്തിക്ക് പോലും ഭയങ്കര ടേസ്റ്റ് അല്ലേ? എൻ്റെ അമ്മേനൊക്കെ എനിക്ക് ഭയങ്കര ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ കുറേ ദാരിദ്ര്യമൊക്കെയാണ്, പക്ഷെ അമ്മ ഇങ്ങനെ സ്നേഹത്തോടു കൂടെ പറയും, മോനെ വന്നേ അമ്മ ചമ്മന്തി ഉണ്ടാക്കി തരാം. അമ്മ ഉണ്ടാക്കി തരുന്ന ചമ്മന്തി കൂട്ടി ചോറിനുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ പറയില്ലേ, വയറ് നിറയോളം എന്ന് പറയുന്ന. ഇതൊരു സാധാരണ അമ്മയ്ക്ക് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ നമ്മുടെ സമൃദ്ധമായിട്ട് നമ്മുടെ വിശപ്പ് മാറ്റും. അത് ഈ വിശപ്പ് മാറ്റുന്നത് എങ്ങനെയാ? അത് അവളുടെ മകനെ നൽകിയാണ്. അവളുടെ മകനെ ഇങ്ങനെ വിളമ്പിത്തരും. മകനെ ഇങ്ങനെ വിളമ്പി തന്നിട്ട് പറയും, അതല്ല മകൻ അതിനല്ലേ പറഞ്ഞേ, ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ്. നീ ഒരിക്കലും ദാഹിക്കാതിരിക്കാൻ, നീ ഒരിക്കലും വിശക്കാതിരിക്കാൻ നിനക്ക് സ്വർഗം നൽകുന്ന അമൂല്യ രത്നമാണ് ദിവ്യകാരുണ്യം. അത് പരിശുദ്ധ അമ്മയുടെ മക്കൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും വലിയ സങ്കടങ്ങൾ. എന്ന് പറഞ്ഞാൽ കുറേ അധികം മക്കള് മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല. ഞായറാഴ്ച പോലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞായറാഴ്ച കുർബാന വരെ സ്കിപ്പ് ചെയ്യുന്നവരുടെ കൾച്ചറായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ടി വിയിൽ കണ്ടാൽ മതിയില്ലേ, കൊറോണ സമയത്ത് ഞങ്ങൾ കണ്ടില്ലല്ലോ, അന്നൊക്കെ പള്ളി അടച്ചു കിടന്നതിൻ്റെ പേരിൽ എന്തുണ്ടായി എന്നൊക്കെ പറയുന്ന കുഞ്ഞ് ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന അതിൻ്റെ സമൃദ്ധിയെക്കുറിച്ച് ഇന്ന് മനുഷ്യരെ ഇങ്ങനെ പിശാചിങ്ങനെ ഇരുട്ടിലാക്കിക്കുക. കുറേ യുവജനങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാനയിലൊന്നും പങ്കെടുക്കണില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് ഞായറാഴ്ച ഒരു വലിയൊരു മീറ്റിംഗ് നടന്നത് കണ്ടില്ലേ? അത്തീസ്റ്റുകൾ ഒരുമിച്ച് കൂടിയേക്കാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ ആരാധിക്കേണ്ടതിന് പകരം അവര് ദൈവമില്ല എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് ഈ കാണുന്ന കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കൂടുന്നവരുടെ, പരസ്യമായിട്ട് ഒരുമിച്ച് കൂടുന്നവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. നിരീശ്വരവാദികളാണെങ്കിൽ തനിച്ച്, പക്ഷെ ഇന്ന് അങ്ങനെയല്ല, അവര് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന വേണ്ട എന്ന് പറഞ്ഞ് ഡെവിൾ വർഷിപ്പിന് പോകുന്നവര്, ബ്ലാക്ക് മാജിക് തുടങ്ങുന്നവരുടെ എണ്ണമൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അത് സ്വീകരിക്കാതെ ഒരു മോൻ പോവാ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ച് ആഹരിക്കണില്ല, കയ്യിൽ പോക്കറ്റിലിട്ട് അവൻ അത് കൊണ്ടുപോവാ. അവിടെ ചോദിച്ചു, നീ ഇത് എങ്ങടെ കൊണ്ടുപോകുന്നേ, എങ്ങടെ കൊണ്ടുപോകണേ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഇത് ഞങ്ങൾ ബ്ലാക്ക് മാസ് നടത്തുന്നവർക്ക് കൊടുക്കാൻ കൊണ്ടുപോവാ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഇതൊരു പാക്കറ്റ് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്കറ്റിന് 50 രൂപയുള്ളൂ. അത് ഈ തൃശ്ശൂരുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ റിലീജിയസ് ആർട്ടിക്കിൾ കിട്ടുന്ന സ്ഥലത്ത് പോയി വാങ്ങി നിനക്ക് അത് കൊടുത്തൂടെ? എന്തിനാണ് വിശുദ്ധ കുർബാനയിൽ വെഞ്ചിരിച്ച ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ആശീർവദിക്കപ്പെട്ടത് കൊണ്ടുപോകുന്നേ? അപ്പൊ അവൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അച്ഛാ ബ്ലാക്ക് മാസ് നടത്തുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാ? അവൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പാക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ പൊതിഞ്ഞ് അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നടത്തുന്നവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് സിമ്പിളായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതല്ല, ആശീർവദിച്ച തിരുവോസ്തി കൊണ്ടുവരാൻ പറയും. അപ്പം ഞാൻ ചോദിച്ചാൽ അതിനെന്താണ് വ്യത്യാസം? അവൻ പറഞ്ഞത് ഇങ്ങനെയാ, എൻ്റെ അച്ഛാ എനിക്കും മനസ്സിലായത് അപ്പോഴാ. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞേ, അച്ഛൻ കുർബാനയിൽ അച്ഛൻ ഈശോയുടെ ഉയർത്തി കഴിഞ്ഞിട്ട് അത് ആശീർവദിച്ച് കഴിഞ്ഞിട്ട് ആ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് സ്വീകരിക്കണില്ലേ, അത് സ്വീകരിച്ച് ഞാൻ ഈ പറയുന്ന ബ്ലാക്ക് മാസ് നടത്തുന്നവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് അവരുടെ കയ്യിൻ്റെ ഉള്ളിൽ കിടന്ന് ഷിവർ ചെയ്യണത് കാണും. ഇത് ഷിവർ ചെയ്യുന്നത് കാണുമ്പോഴാണ് അവരത് വാങ്ങി സ്വീകരിച്ച് 5000 10,000 രൂപയൊക്കെ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ ആക്കി തീർക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ പറയായിരുന്നു, ബ്ലാക്ക് മാസ് നടത്തുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം. എന്നിട്ട് നീ എന്തേ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തെ? ഞാനൊരു ഇടവക വികാരി എന്നുള്ള നിലയിലൊക്കെ പരാജയപ്പെട്ടു പോകുന്ന കാര്യം എന്താണെന്നറിയോ? ഇടവകയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച തന്നെ എല്ലാ വീടുകളിലും കയറും. ഞാൻ എല്ലാ വീടുകളിലും കയറിയിട്ട് പോയിട്ട് ചോദിക്കുന്ന കാര്യമുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരാറുണ്ടോ? അച്ഛൻ പോകുന്ന പള്ളിയിൽ ആകെ ഒറ്റ കാര്യമാണ് പറയാറുള്ളൂ, വിശുദ്ധ കുർബാനയ്ക്ക് വരണട്ടോ.
വേറെ നിങ്ങൾ ഒന്നും ഇടവകയിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇടവകയ്ക്ക് 1 രൂപ നിങ്ങൾ തരണമെന്നില്ല, 1 ദശാംശം 1 സ്തോത്രക്കാഴ്ച ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആരോടും പറയാറില്ല, പക്ഷെ ഒരു കാര്യം പറയാറുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് വരണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ചിലരൊക്കെ വരും സ്നേഹമുള്ളവരെ. പക്ഷെ അവരിങ്ങനെ കൈ കെട്ടി നിന്ന് പോണത് കാണാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കേണ്ട സമയത്ത് ഇങ്ങനെ കൈ കെട്ടി നിൽക്കുക. ഞാനിങ്ങനെ ഈശോയെ കൊടുക്കുമ്പോഴേ വേണ്ടാന്ന് പറയുന്നവരെ കാണാറുണ്ട്. സ്നേഹമുള്ളവരെ, സ്വർഗം നൽകിയിരിക്കുന്ന, തിരുസഭ നൽകിയിരിക്കുന്ന, പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായ വിശുദ്ധ കുർബാന എനിക്ക് വേണ്ടേ? വിശുദ്ധ കുർബാനയിൽ നിന്നും കിട്ടുന്ന ചൈതന്യം നിനക്ക് വേണ്ടാതെ നീ വേറെ എങ്ങോട്ടാ പോകുന്നേ? വെറുതെ ഒന്ന് സ്നേഹമുള്ളവരെ വെറുതെ ശാന്തമായി ആലോചിച്ചേ. നിന്റെ വീട്ടിലെ ഒരു ഭക്ഷണത്തിന് നിന്റെ ബന്ധുക്കളെ നാട്ടുകാരൊക്കെ വിളിച്ച്, നിന്റെ വികാരിച്ചനെ വിളിച്ച്, വികാരിച്ചൻ വന്ന് ഭക്ഷണത്തിന് നീ ഇലയൊക്കെ ഇട്ട് നല്ല ഭക്ഷണമൊക്കെ വിളമ്പി കഴിയുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് പറയാ, എനിക്ക് ചോറ് വേണ്ട, എനിക്കിത് വേണ്ടാന്ന് പറയുമ്പോൾ വീട്ടുടമസ്ഥനായ നിനക്ക് എത്ര സങ്കടമുണ്ട്? ഒരു സാധാരണഗതിയിൽ ചിന്തിച്ചേ. നിനക്ക് തോന്നില്ലേ അച്ഛൻ എന്താ കാണിക്കണേ? എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കൊടുത്ത ഒരു നേരത്തെ ഭക്ഷണം അച്ഛൻ കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോ ഇവരാണ് ഈശോക്ക് ഇതിനേക്കാൾ എത്ര 1000 മടങ്ങ് വേദനയെന്നറിയോ സ്നേഹമുള്ളവർ? ഈശോക്ക് വിശുദ്ധ കുർബാനയ്ക്ക് നീ വന്ന് ഈശോ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, മോനെ വാ, ഈറ്റ്, ദിസ് ഈസ് മൈ ബ്ലഡ്, ദിസ് ഈസ് മൈ ബോഡി എന്ന് പറഞ്ഞ് നിനക്ക് തരാൻ നിൽക്കുമ്പോൾ നീ പറയാ, ഐ ഡോണ്ട് വാണ്ട് ദിസ് വൺ, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ മാറുമ്പോൾ സ്നേഹമുള്ളവരെ, നിനക്ക് കിട്ടാനുള്ള കൃപയുടെ മഴപ്പെയ്ത്തിൽ നിന്ന് നീ മാറിപ്പോവല്ലേ? അതുകൊണ്ട് ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാം പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പ്രത്യേകതയുള്ള സ്നേഹമുള്ളവരെ. ചിലരൊക്കെ പറയാം അമ്മ അത്ഭുതം ഇല്ല, പരിശുദ്ധ അമ്മയ്ക്ക് ഒരു അത്ഭുത ശക്തിയും ഇല്ല. അമ്മയ്ക്കുള്ള അത്ഭുത ശക്തി എന്ന് പറഞ്ഞാൽ മകനിലേക്ക് നിന്നെ കൊണ്ടുപോകാനുള്ള അത്ഭുത ശക്തിയെ അവൾക്കുള്ളൂ. കുറേ അധികം പേരിങ്ങനെ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അത്ഭുതം ചെയ്യുന്ന അമ്മയാണ്. ഇല്ല, അമ്മയ്ക്ക് ഒരു അത്ഭുതത്തിനുള്ള കഴിവുമില്ല. അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവളാ. അവൾ നിന്റെ അടുത്ത് പോയിരുന്ന് പറയും, എൻ്റെ മോനെ, എൻ്റെ മകനെ സ്വീകരിക്കുക, എൻ്റെ മകൻ്റെ ശരീരം സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് അമ്മയുടെ അത്ഭുതം. അത് നീ സ്വീകരിക്കാൻ തുടങ്ങിക്കോ, നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങളുടെ മായാവർണ്ണങ്ങൾ കാണും. അത് പറഞ്ഞു പറഞ്ഞ് തീരില്ല അച്ഛന്. ഈ സമയമൊന്നും പോരാ, ഈ അരമണിക്കൂർ നേരമൊന്നും പോരാ. ഇനി എപ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മണിക്കൂറുകളെടുത്ത് അച്ഛൻ നിങ്ങളോട് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ അച്ഛൻ അത്രയും വെറുപ്പുണ്ടായിരുന്ന സംഭവമാണ് വിശുദ്ധ കുർബാനയും ജപമാലയും വചനവായനയും. ഈ 3 കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സ്നേഹമുള്ളവരെ ഞാൻ എന്താണ് അത്ഭുതമെന്ന് കണ്ടത്. തിരുസഭയിലുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് കണ്ടത് സ്നേഹമുള്ളവരെ ഈ 3 കാര്യം ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുകൊണ്ട് ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇത് അത്ര വില കൊടുത്തുള്ള പ്രോഗ്രാമാണ്. വയ്യച്ഛന് അത്രയും ക്ഷീണമാണ്. പക്ഷെ ഇന്ന് ഈ ശുശ്രൂഷയിൽ ആരോടൊക്കെയോ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ നിങ്ങൾ വിശുദ്ധ കുർബാന മുടക്കരുത്. വിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയത്ത് കുർബാന സ്വീകരിച്ചിരിക്കണം. കുർബാന സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറയണം, നെഞ്ചിൽ തട്ടിയിട്ട്, എൻ്റെ പരിശുദ്ധ മറിയമേ, അന്ന് ബെത്ലഹേമിൽ ആ പുൽക്കൂട് ഒരുക്കിയതുപോലെ മാലിന്യം നിറഞ്ഞ എൻ്റെ ഹൃദയമാകുന്ന പുൽക്കൂട് പരിശുദ്ധ അമ്മ നീ ഒരുക്ക്, നിന്റെ മകൻ എൻ്റെ ഉള്ളിൽ വരട്ടെ എന്ന് പറഞ്ഞ് നീ സ്വീകരിച്ച്, അങ്ങനെ നീ സ്വീകരിച്ച് അവൻ ആരാധിച്ച് നീ അവനോട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വിപ്ലവങ്ങൾ സംഭവിക്കും. ദ ഇന്നർ റെവല്യൂഷൻസ് സംഭവിക്കും. അതൊരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനും പോകണ്ട. ഈ ദിവസങ്ങളൊക്കെ കേൾക്കുന്നില്ല ഇന്നർ എഞ്ചിനീയറിംഗ്, ആ വിപ്ലവങ്ങൾ, ഈ വിപ്ലവങ്ങൾ, സെക്റ്റുകൾ, ഏത് സെക്റ്റിന്റെ പിന്നാലെയും പോണ്ട. നീ ഒരു ഇന്നർ എഞ്ചിനീയറിംഗിന് നീ പോണ്ട. നീ വിശുദ്ധ കുർബാന സ്വീകരിച്ച മാത്രം മതി. ഇത് പറ, എൻ്റെ നെഞ്ചിൻ്റെ താളമാണ് എൻ്റെ ഈശോ, നീ എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. സ്നേഹിച്ചിട്ടും മതി വരാത്ത ഈ തിരുശരീര രക്തം സ്വീകരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നീ മാറ്റങ്ങൾ സംഭവിക്കണമെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചേ. പരിശുദ്ധ മറിയം വഴി നീ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങും. ഞാൻ കാണുന്ന അച്ഛനാ 30 ദിവസം വിശുദ്ധ കുർബാനയിൽ. ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മക്കൾ ഇങ്ങനെ ഗ്രിഗോറിയൻ കുർബാന ഏൽപ്പിക്കാറുണ്ട്. അച്ഛന് വേറെ കുർബാന ഇല്ലാത്തതുകൊണ്ട് 1 മാസം ഒരു ബലിപീഠത്തിൽ ഒരു പുരോഹിതൻ 1 മാസം മുഴുവൻ ഇങ്ങനെ മണിക്കൂറുകളിരുന്ന് ബലിയർപ്പിക്കാറുണ്ട്. അപ്പം അതൊരു മാസമാണ് പറ്റുള്ളൂ. 30 ദിവസമാണ് ഈ പറയുന്ന ഗ്രിഗോറിയൻ കുർബാന. ഈ ഗ്രിഗോറിയൻ കുർബാന ഏൽപ്പിക്കുന്ന സമയത്ത് കരഞ്ഞ അച്ഛൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. അച്ഛൻ അത്ര പ്രശ്നമാണ്, പൂർവിക ശാപങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അവരോട് പറയാം 5 കാര്യങ്ങൾ ചെയ്തേ. വിശുദ്ധ കുർബാന ഗ്രിഗോറിയൻ മാസ് ചൊല്ലുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നോമ്പെടുത്തേ, ത്യാഗം ചെയ്തേ, കുമ്പസാരിച്ചേ, ഒരുങ്ങിയേ, മുടങ്ങാതെ നിങ്ങൾ ബലിയർപ്പിച്ചേ. 30 ദിവസം നീ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചോ, നീ ചോദിക്കുന്നത് നിന്റെ ദൈവം തരുന്നു പറഞ്ഞിട്ടാണ് അവരോട് പറയാറ്.
ഞാൻ കണ്ടിട്ടുള്ള സംഭവം എന്താണെന്നറിയോ സ്നേഹമുള്ളവരെ? ഗ്രിഗോറിയൻ കുർബാന ഒരു കുടുംബത്തിന് വേണ്ടി അർപ്പിച്ച് 30 ദിവസം കഴിയുമ്പോൾ 30 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നവര്, കരഞ്ഞ് കണ്ണീരൊഴിച്ച് വന്നവര് 30 ദിവസം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാം, അച്ഛാ ഞങ്ങൾ 30 കുർബാനയിൽ പങ്കെടുത്ത അച്ഛാ, ഞങ്ങളുടെ ബലിപീഠത്തിൽ പോയിട്ട് വിശുദ്ധ കുർബാന ഓരോ ദിവസവും അർപ്പിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തില് ഇന്ന മാറ്റങ്ങൾ സംഭവിച്ചു. ഞങ്ങളുടെ കുടുംബം രക്ഷിക്കപ്പെട്ട ആ പറയുന്ന അവന്റെ കുടുംബം പോലെ, സക്കേവൂസിന്റെ ഭവനം പോലെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ഞാൻ എൻ്റെ കൺമുമ്പിൽ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി ബൈബിളിൽ വന്നേ, നമുക്ക് സമയമില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട്, പൗലോസ്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ആ തിരുവചന ഭാഗം വായിച്ചോ. ആ ഭാഗം എങ്ങനെയാണ്? നടപടി പുസ്തകത്തിലാണ് 27-ാം അധ്യായത്തില് കൊടുങ്കാറ്റും കപ്പൽ ഛേദവും. ആശകൾ നഷ്ടപ്പെട്ടു പോയി. കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ. ആശകൾ നഷ്ടപ്പെട്ടു പോയി, കൊടുങ്കാറ്റ് കാരണം അവർക്ക് പോകാൻ പറ്റാണ്ടായി, ആകെ തകർന്ന് തരിപ്പണമായിരുന്ന ആ സമയത്തെ പൗലോസ് ലീഹ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആണ് പൗലോസ് ലീഹായോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ, പൗലോസ് ലീഹ ഇങ്ങനെ ഈ അത്രയും വേദനയിലൂടെ കടന്നുപോയ ഒരു ശിഷ്യനാണ്. ഈശോയെ ഇങ്ങനെ അത്രയും ക്ലോസസ്റ്റ് ആയിട്ട് അനുഗമിച്ച വ്യക്തി. ഈശോയുടെ ശിഷ്യരുടെ ആദ്യത്തെ ഗണത്തിലൊന്നും അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞ മനുഷ്യനായിരുന്നു ഈ പറയുന്ന സാവൂള്. പക്ഷേ ഒരു ദിവസം ഈശോ അവനോട് പറഞ്ഞു, ദിവ്യകാരുണ്യ ഈശോ അവന് പ്രത്യക്ഷപ്പെട്ടു. ദിവ്യകാരുണ്യ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, സാവൂളെ നീ എന്തിനാ എന്നെ പീഡിപ്പിക്കണേ? എന്നെ സഭയെ എന്തിനാണ് നീ പീഡിപ്പിക്കണേ? നീ തിരിച്ചു വന്നേ, നീ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞ് സാവൂളിന്റെ കണ്ണിൽ ഒരു പുതിയ പ്രകാശം കർത്താവ് കൊടുത്തു. അന്ന് മുതൽ സാവൂള് പൗലോസായി മാറിയിട്ട് തീരുമാനിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഇനി ഏത് വഴിയിലൂടെ കടന്നുപോയാലും ഞാൻ വിശുദ്ധ കുർബാന ഇല്ലാത്ത ജീവിതം ഇല്ല എന്ന് പറഞ്ഞ് പൗലോസ് ജീവിക്കാൻ തുടങ്ങുക. പിന്നെ സംഭവിക്കണം എന്താണെന്നറിയോ? ഈ വചനഭാഗം ഇങ്ങനെ എഴുതിച്ചിരുന്നത്, 27 എഴുതിച്ചിരുന്നത് ഇങ്ങനെയാണ്, അവൻ പോയ ആ കടല് അത്രയും പ്രക്ഷുബ്ധമായി, അവന്റെ കപ്പല് തകർന്നു, ഭക്ഷണമില്ലാതെ വലഞ്ഞു, അവന്റെ കൂടെ ഉണ്ടായിരുന്നവരെ എതിര് നിന്നു, അവരാശനശിച്ചവരായി തീർന്നു. പക്ഷെ ആ സമയത്ത് ഒരു രാത്രി മുഴുവൻ പൗലോസ് ഇരുന്ന് പ്രാർത്ഥിച്ച് രാവിലെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, മക്കളെ വാ നമുക്ക് ബലി അർപ്പിക്കാം, വിശുദ്ധ കുർബാന അർപ്പിക്കാമെന്ന് പറഞ്ഞ് അവിടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞപ്പം എടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്ത് ആശീർവദിച്ച് ബലിയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ സ്നേഹമുള്ളവരെ, കപ്പൽ ശാന്തമായി, കടൽ ശാന്തമായി, അവർ പ്രത്യാശയുടെ തീരത്തേക്ക് എത്തിയെന്ന് വചനം എഴുതി വെച്ചേക്കാം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ആയിരിക്കാം. ആശകൾ നഷ്ടപ്പെട്ട് നീ കയറിയ കപ്പൽ തകർന്നടിയുന്ന അനുഭവങ്ങൾ, നിന്റെ കൂടപ്പിറപ്പുകൾ എതിർന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ എന്തു ആവട്ടെ, ഈ രാത്രി നീ പ്രാർത്ഥിക്കേ. ഈ രാത്രി നീ പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി രാത്രി പ്രാർത്ഥിച്ച് നാളെ വിശുദ്ധ കുർബാനയിൽ പോയി ബലിയർപ്പിക്കുമ്പോൾ അന്നർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ അച്ഛനോട് ചേർന്ന് നീ ബലിയിൽ കാസയും ബീലാസയും എടുത്തുയർത്തുമ്പോൾ പറയേ, എൻ്റെ ഈശോയെ, എൻ്റെ ചങ്ക് പൊട്ടിയ ജീവിതമാണ്, ഈ അപ്പവും വീഞ്ഞും തിരുശരീര രക്തങ്ങളായി മാറുന്നത് പോലെ ഈ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അത് മാറ്റി ഇത് തീർത്തും ഒരു അത്ഭുതമായി മാറ്റണമേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് ഇടപെടും. പഴയ നിയമത്തിലെ സംഭവങ്ങൾ മുഴുവൻ 10 മക്കൾ ഒറ്റ രാത്രി തീർന്നില്ലേ? 10 മക്കള്, 10 പേരൊറ്റ രാത്രി തീർന്നവന്റെ പഴയ നിയമത്തിലെ കഥാപാത്രമായ ആ പറയുന്ന പാവം നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന മനുഷ്യൻ എല്ലാം പോയി. പക്ഷേ അവൻ തിരിച്ചറിഞ്ഞു, എൻ്റെ 10 മക്കൾ പോയാലും എൻ്റെ കർത്താവ് എന്നെ എടുക്കും. ജോബിന്റെ പുസ്തകം വായിക്കുക സ്നേഹമുള്ളവരെ, വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുക. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ജോബ് മുടങ്ങാതെ ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു. ജോബിന്റെ പ്രാർത്ഥന, വിശുദ്ധ കുർബാന മുടങ്ങാതെ അർപ്പിച്ച ജോബിന്റെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ജോബിന്റെ ജീവിതത്തിൽ അത്ഭുതം ജോബ് കാണുന്നത്, ജോബ് വിശുദ്ധ കുർബാനയെ അർപ്പിച്ച ജോബ് കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ജോബിന്റെ മക്കള് 10 പേര് ഒറ്റ രാത്രി കൊണ്ട് തീരുമ്പോഴും ജോബിന്റെ ഉള്ളിൽ നിരാശയില്ല. കർത്താവ് ദാനമായി തന്നു, കർത്താവ് അത് തിരിച്ചെടുത്തു. കർത്താവ് ദാനമായി തന്ന ജീവിതം തിരികെ ചോദിച്ചാൽ കൊടുക്കേണ്ടതല്ലയോ? അങ്ങനെ നീ പറയണത് എപ്പോഴാണെന്നറിയോ? വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ നിനക്ക് പറയാൻ പറ്റില്ല.
ജോബിനല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ജോബ് പറഞ്ഞു കർത്താവ് ദാനമായി തന്നു, കർത്താവ് ദാനമായി തന്നു എന്ന് ജോബിന് പറയാൻ പറ്റിയത് 10 മക്കള് മരണപ്പെട്ടപ്പോഴും കരയാതെ പിടിച്ചു നിന്നത് വിശുദ്ധ കുർബാനയെ അർപ്പിച്ചതുകൊണ്ടാ. പരിശുദ്ധ മറിയം ചെയ്തത് ഗാഗുൽത്തായിൽ മകന്റെ കൂടെ ബലിയർപ്പണത്തിൽ പങ്കെടുത്തു. നീ ഇന്നു മുതൽ പങ്കെടുക്കണം. പഴയ നിയമത്തിലെ കഥാപാത്രങ്ങൾ സോളമൻ എങ്ങനെയാണ് ഇത്രയും ജ്ഞാനം കിട്ടിയത്? 1000 ബലിയർപ്പിച്ച ബലിപീഠത്തിൽ ബലിയർപ്പിച്ചതാണ് ആ പറയുന്ന സോളമന്റെ ഉള്ളിൽ ജ്ഞാനം നിറയാനുള്ള കാരണമായിട്ട് തീർന്നത്. എമാവുസിലേക്ക് പോയ ശിഷ്യന്മാർ എങ്ങനെയാണ് ഹൃദയം ജ്വലിച്ച അനുഭവത്തിലൂടെ കടന്നുപോയത്? അവർ വിശുദ്ധ കുർബാന കൺമുമ്പിൽ കണ്ടതുകൊണ്ട്. വിശുദ്ധരായ വിശുദ്ധരെല്ലാം കാർലോസ് അക്വിറ്റസ് പറയാൻ നമുക്ക് നേരമില്ല. സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ജീൻസും പാൻറ്റും ഇട്ടവൻ എങ്ങനെയാ വിശുദ്ധരുടെ ഗണത്തിലെത്തിയത്? അവൻ വിശുദ്ധ കുർബാനയെ പ്രണയിച്ചത് കൊണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ജിയന്ന എന്ന് പറയുന്ന വിശുദ്ധനൊക്കെ നമുക്കറിയില്ലേ? കുഞ്ഞുള്ളിൽ വെച്ച് മരിക്കും, സാരമില്ല. വിശുദ്ധ കുർബാന അർപ്പിച്ച എൻ്റെ കുഞ്ഞ് മരിച്ചാൽ കുഴപ്പമില്ല. അജന അവൾ മരിക്കാൻ കിടക്കുമ്പോഴേ അവൾക്കിങ്ങനെ നാവിലിറക്കാൻ പറ്റണില്ല. പക്ഷെ അവളിങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ദിവസം ഉണ്ടായിരുന്നില്ല അജനയുടെ ജീവിതത്തിൽ. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം. പരിശുദ്ധ അമ്മ തരുന്ന സ്നേഹത്തിൻ്റെ സമ്മാനം സ്വീകരിക്കാം. നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് വിശുദ്ധ കുർബാനയുടെ ഒരു അത്ഭുതം നമ്മൾ നിറയാൻ വേണ്ടി ഏതെങ്കിലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ അടുത്ത ഒരു വർഷം, അടുത്ത ഒക്ടോബർ വരെ മുടങ്ങാതെ ബലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ ശക്തമായി നോക്കുന്നവരെ അവിടുന്ന് പ്രകാശിപ്പിക്കുന്ന, അവനെ വണങ്ങുന്നവരെ അവൻ അത്ഭുതങ്ങൾ നിറയ്ക്കുന്ന സമയമാണ്. ശക്തിപ്പെടട്ടെ. ഹൃദയത്തിനാനന്ദമേ. കൈകളൻ കണ്ണീരൊപ്പട്ടെ. ഏതെങ്കിലും കണ്ണീരിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തോടുകൂടെ കർത്താവേ കണ്ണീരിന്റെ അനുഭവങ്ങൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് നിന്റെ കൈകൾ എന്റെ കണ്ണീരൊപ്പും. നിന്റെ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. കരങ്ങൾ വീശി എല്ലാവരും ആരാധ്യൻ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഇരുകരങ്ങൾ വീശി ആഗ്രഹത്തോടെ സ്നേഹത്തോടെ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇന്നും നിന്നോട് കൂടെയുണ്ട് എന്ന് അരുൾ ചെയ്ത കർത്താവിന്റെ സാന്നിധ്യമാണ് ഇപ്പോൾ. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കുന്ന എല്ലാവരോടും പരിശുദ്ധ മറിയം വഴി ഈശോ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാവോ, 3 ദിവസമായി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന മക്കള് അവരുടെ ജീവിതത്തിൽ ഇനി എന്ത് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആ മലമുകളിൽ വെച്ച് അവിടെ ഇനി പോകാൻ ഒരു സാധ്യതയില്ലാത്ത സമയമാണ്. ഒരു സ്ഥലത്ത് നിന്ന് പോയാലും 5000-ലധികം പേർക്കുള്ള ഭക്ഷണം കൊടുക്കാൻ അവർക്കുണ്ടാവില്ല. പക്ഷെ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാൻ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി ചെയ്യുമെന്ന്. അവർ വിശ്വസിച്ചു.
അവരുടെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇതേ ഞങ്ങളുടെ കരങ്ങളിലുള്ളൂ. പക്ഷെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമുക്കും ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല, ആരുമില്ല, എല്ലാവരും ഉണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ വെറും കള്ളാന്നേ. എല്ലാവരും നമ്മളെ തനിച്ചാക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന, കൂടെ നിന്ന് ചതിക്കുന്നവരുടെ ഒക്കെ മധ്യത്തിലാണ് നമ്മൾ. പക്ഷേ നീ ഇന്ന് തിരിച്ചറിഞ്ഞു, നിന്നെ ചതിക്കാതെ നിന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കർത്താവ്, നിന്റെ കരങ്ങളിൽ നിന്ന് വാങ്ങി നിനക്ക് തന്നെ തിരിച്ചു നൽകുന്ന കർത്താവ്. നിന്റെ കുഞ്ഞു ജീവിതമാണോ അത് ഈശോയ്ക്ക് നീ കൊടുത്താൽ, ദിവ്യകാരുണ്യം ഈശോയ്ക്ക് നീ കൊടുത്തു കഴിഞ്ഞാൽ, ഈശോ അത് 5 10 ആക്കും, 10 100 ആക്കും, 100 1000 ആക്കും, 1000 10,000 മാറ്റുന്ന കർത്താവാണ്. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ തീരുമാനിച്ചേ ആരെങ്കിലും ഒക്കെ വിശുദ്ധ കുർബാന ഉഴപ്പുന്നുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ, ഇന്ന് മുതൽ തീരുമാനിക്കുക. ഈശോയോട് പറയേ, ഈശോയെ, 5 അപ്പവും 2 മീനും ആ ബാലൻ സമർപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ ജീവിതം നിനക്കിനി സമർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് വന്നതാണ് എൻ്റെ സമർപ്പണം, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതാണ് സമർപ്പണം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആരോടൊക്കെയോ ഈശോ പറയുന്നുണ്ട്, 5 അപ്പവും 2 മീനും കൊടുക്കുക എന്നുള്ളത് പോലെയാണ് നീ ചെയ്യേണ്ടത് എന്താ? നിന്റെ സമയം, നിന്റെ കഴിവ്, നിന്റെ ആരോഗ്യം അത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കൊടുത്തേ. ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവച്ചേ. എന്നിട്ട് പറയും, ഈശോയെ, കുറേ സമയം ഉണ്ടായിട്ടൊന്നുമല്ല, രാവിലെ പള്ളിയിൽ വരാനുള്ള നേരമൊന്നുമില്ല, പക്ഷേ ഈ ദിവസങ്ങളിൽ, ഈ ഒരു വർഷം ഞാൻ മുടങ്ങാതെ അങ്ങയുടെ സന്നിധിയിൽ വരികയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ നിസാര ജീവിതമാണ്, ഒന്നിനും കൊള്ളാത്ത. ബാർലിയപ്പത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ആകാശിന് വിലയില്ലാത്ത അപ്പം, അത് ഒന്നിനും കൊള്ളാത്ത ഒരു ചെറിയ കാറ്റ് വന്നാൽ തെറിച്ച് പറന്നു പോകുന്ന ബാർലിയപ്പേ ഉള്ളൂ അവൻ്റെ കയ്യിൽ. പക്ഷെ അതിൽ എൻ്റെ ദൈവം ഇടപെട്ടു. ഇന്ന് ഈ ആരാധനയിൽ നിൽക്കുന്ന നിന്നോടും എന്നോടും ഈശോ പറയുന്നുണ്ട്, ബാർലിയപ്പം പോലെയുള്ള നിന്റെ ജീവിതമാണെങ്കിലും നീ വിശുദ്ധ കുർബാനയ്ക്ക് വരണം. വിശുദ്ധ കുർബാനയിൽ നീ ചങ്കുപൊട്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നീ പുറത്തിറങ്ങുമ്പോൾ, വിശുദ്ധ കുർബാന കഴിഞ്ഞ് നീ പുറത്തിറങ്ങുമ്പോൾ നീ കാണുന്ന അത്ഭുതം ഈ സംഭവിക്കുന്നതാണ്. മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. ചില മക്കളോട് അതൊന്ന് പറയുന്നു, ഇത് ഏറ്റെടുക്കണം. കണ്ടോ, തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവർ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. കരങ്ങൾ ഉയർത്താം എല്ലാവരും. നിന്റെ ജീവിതത്തിൽ അപ്പം തീർന്നുപോയ അനുഭവങ്ങൾ ഉണ്ടാവാം. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതായിരിക്കാം. ആ പറയുന്ന സാവൂളിനെ പോലെ, പൗലോസായി മാറിയ സാവൂളിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, അവൻ വിശുദ്ധ കുർബാനയെ പ്രണയിച്ചപ്പോൾ സാവൂള് പൗലോസായി മാറിയുകയും അവന്റെ നിരാശ മാറി പ്രത്യാശ ഉദിക്കുകയും അവരുടെ നിന്ന സ്ഥലത്ത് അവർ സമൃദ്ധി അനുഭവിക്കുകയും ചെയ്തതുപോലെ, നീ ഏത് മേഖലയിലാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഏത് മേഖലയിലാണോ വിശപ്പ് അനുഭവിക്കുന്നത്, ഏത് മേഖലയിലാണോ ദാഹം അനുഭവിക്കുന്നത്, ഇപ്പോൾ ദിവ്യകാരുണ്യ ഈശോ നിന്നെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ എടുത്തുയർത്തുന്ന സമയമാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ദൈവമക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അന്ന് സംഭവിച്ചതുപോലെ, മാർക്കോസിന്റെ സുവിശേഷം 6-ൽ സംഭവിച്ചതുപോലെ അവിടെ ഒന്നുമില്ലായിരുന്നു, പക്ഷേ അവർ അത്ഭുതം കണ്ടു. 5 10 10 10,000 ആകുന്ന അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.